പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള സംസ്കൃത കാവ്യം പുറത്തുവന്നു. നരേന്ദ്ര ആരോഹണം എന്നാണ് പേരിട്ടിരിക്കുന്നത്. തിരുപ്പതിയിലെ നാഷണൽ സംസ്കൃത സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ സോംനാഥ് ഭാഷാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. 700 പേജുകളിൽ 1200 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് പുസ്തകം. കാവ്യത്തിലെ ശ്ലോകങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വ്യാഖ്യാനമുണ്ട്. നരേന്ദ്രമോദിയുടെ ജീവിതവും പ്രവർത്തനവുമാണ് കാവ്യത്തിന്റെ ഇതിവൃത്തം. കഴിഞ്ഞയാഴ്ച ഗുജറാത്തിലെ വെരാവലിൽ നടന്ന യുവജനോത്സവത്തിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദങ്ങളിൽ എത്തിയ നരേന്ദ്രമോദിയുടെ ബാല്യകാലം തുടങ്ങിയുള്ള ജീവിതയാത്ര മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ഒരു എളിയ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച മോദി ജീവിതത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ലോകത്തിലെ എല്ലാ യുവാക്കൾക്കും ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ സന്യാസ രാഷ്ട്രീയ യാത്രയും ജീവിത പോരാട്ടവും ചരിത്രത്തിൽ എപ്പോഴും രേഖപ്പെടുത്തപ്പെടും. അതിനാലാണ് ഈ മഹത് വ്യക്തിത്വത്തെ കുറിച്ച് കാവ്യം എഴുതാൻ പ്രേരണയായതെന്നാണ് സോമനാഥ് പറയുന്നത്. ഈ ജോലി പൂർത്തിയാക്കാൻ തനിക്ക് 4 വർഷം എടുത്തുവെന്നും രചയിതാവ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിവിധ പുസ്തകങ്ങൾ, ജേണലുകൾ, പ്രസംഗങ്ങൾ, പ്രതിമാസ റേഡിയോ പ്രഭാഷണം, മൻ കി ബാത് എന്നിവയിൽ നിന്നെല്ലാം തന്നെ ലഭിച്ച വിവരങ്ങളും പുസ്തക രചനയ്ക്ക് സഹായമായി എന്നും സോമനാഥ് പറയുന്നു. എളിമയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മോദിയുടെ പോരാട്ടങ്ങളും സന്യാസ രാഷ്ട്രീയ യാത്രയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമാണ്. അതിനാലാണ് താൻ സംസ്കൃതത്തിൽ അത്തരം ഒരു വ്യക്തിത്വത്തെ കുറിച്ച് എഴുതാൻ തയ്യാറായതെന്നും അല്ലെങ്കിൽ നിർബന്ധിതനായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സോംനാഥ് ഭാഷ് മോദിയെ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ ബുക്കിന്റെ രചനയിലൂടെ മോദിയെ കാണാനുള്ള വഴി തുറക്കുമെന്നാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ അഭിപ്രായം. ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയുടെ പേരിൽ ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം സെറോദയുടെ സഹസ്ഥാപകൻ നിഖിൽ കമ്മത്തുമായി നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. തെറ്റുകൾ തനിക്കും സംഭവിച്ചിട്ടുണ്ടാകാമെന്നും ദൈവമല്ല മനുഷ്യനാണ് താനെന്നും അതേപോലെ പല വിഷയങ്ങളിലും തുറന്ന് സംസാരിച്ച തന്റെ ആദ്യ പോഡ്കാസ്റ്റ് ആണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പോഡ്കാസ്റ്റിന്റെ വീഡിയോ പുറത്തുവിട്ടതിന് മുൻപേ തന്നെ നിഖിൽ കമ്മത്ത് 2 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ട്രെയിലർ. പോഡ്കാസ്റ്റിനിടെ കമ്മത്ത് തന്റെ പരിഭ്രമം തുറന്നു പറഞ്ഞു. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പരിഭ്രാന്തി തോന്നുന്നു. ഇതെനിക്ക് കഠിനമായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സംവാദമാണ്. ഇത് തൻ്റെ ആദ്യ പോഡ്കാസ്റ്റ് ആണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി ഇത് തങ്ങളുടെ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല എന്നും മറുപടി നൽകി. സംഭാഷണത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ തന്റെ പ്രസംഗം ഓർമ്മിപ്പിച്ചു. അന്ന് ഞാൻ പറഞ്ഞു, തെറ്റുകൾ സംഭവിക്കാം, ഞാൻ മനുഷ്യനാണ്, ദൈവമല്ല എന്നാണ് മോദി പറഞ്ഞത്. ദക്ഷിണേന്ത്യൻ മധ്യവർഗ കുടുംബത്തിൽ വളർന്ന തനിക്ക് രാഷ്ട്രീയം ഒരു വൃത്തികെട്ട കളിയാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വിശ്വാസം ആളുകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളതെന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ സംഭാഷണം നടത്തില്ലായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി മറുപടി നൽകിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.